മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. വെടിക്കെട്ടൊക്കെ നടത്തി പരിചയമുണ്ടല്ലോ അല്ലേ? ഇതാരാണ് കുറുപ്പേ? കമ്മിറ്റി പ്രസിഡന്റാ അജയചന്ദ്രൻ നായർ. വെറുതെ അല്ല വിവരക്കേട് നിൽക്കണത്. കുറുപ്പേ, ഇയാൾ ആള് ശരിയല്ല. ഒരു വെടിക്കെട്ടുകാരൻ ഇത്ര അഹങ്കാരം പാടില്ല. ശരിയാ, അജയനെ അഹങ്കരിച്ചാൽ ഒരു അന്തസ്സുണ്ട്. അതുപോലെയാണോ വെടിക്കെട്ടുകാരൻ? നമ്മളവിടെ റോള് കണ്ടിട്ടാ നായര് പൊറിഞ്ചൂന്ന് കേട്ടിണ്ടാ. അങ്ങനെ ഒരാളെ അന്വേഷിച്ചാണല്ലോ ഞങ്ങൾ വന്നത്. ആ ഗടി ഇമ്മടെ അപ്പനാണ്. ആ ആളാ പോയി 4-5 കൊല്ലം മുമ്പ് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കിട്ട് അമ്മട്ടിന് തിരികൊളുത്തിട്ട് തിരിച്ചടന്നപ്പോ ഇമ്മടെ അപ്പന് ഒരു ഡൗട്ട്, തീ ശരിക്ക് പിടിച്ചിട്ടുണ്ടോന്ന്. നേരെ ചെന്ന് കുറ്റിയുടെ ഉള്ളിലേക്ക് തല നീറ്റൊരു നോട്ടനട്ടും അപ്പന്റെ തല മുകളിലേക്ക്. എന്നിട്ട് അപ്പൻ എന്തെങ്കിലും പറ്റിയോ? അമ്മട്ടിനൊപ്പം അപ്പന്റെ തലയൊന്ന് വിരിഞ്ഞു. ഇതേത് ഇയാള് അമ്മട്ടിനൊപ്പം തല പോയപ്പോ ജീവൻ ഉണ്ടാവോ? ഇങ്ങോട്ട് വാ. മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവിന്റെ വരെ വെടിക്കെട്ടെന്ന് പറഞ്ഞ നമ്മടപ്പം പൊറിഞ്ചണോ. 2 വയസ്സുള്ളപ്പോ അപ്പന്റെ ഒപ്പം പൂരപ്പറമ്പ് നിരങ്ങാൻ തുടങ്ങിയവനായി ഈ ഇനാശു. കൊച്ചുകുട്ടികള് ബലൂണും കളിത്തോക്കും പൊട്ടിച്ച് കളിക്കുമ്പോ നമ്മടെ അപ്പം നമ്മടെ കയ്യിൽ വെച്ച് തന്നത് ഈ ഡൈനോ കുട്ടികളാ. ചാവാണെങ്കിലും നമ്മടെ അപ്പൻ ചത്തോലെ ചാവണം. നടക്കും ഏതെങ്കിലും ഒരു പൂരത്തിന് ഈ നാശനുള്ള അമിട്ട് വിരിയും. അതിനെന്തിനാ പൂരം? ഒരു ഡൈനി എടുത്ത് തീ കൊടുത്തിട്ട് നെഞ്ചോടെ ചേർത്ത് പിടിച്ച പോരെ? തല മാത്രമല്ല ഒടലോടെ വിരിയൂലേ? നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചാലോ? സീസണാ, വേറെ ആളുകൾ ബുക്ക് ചെയ്ത് പോയാൽ കൊടുക്കും. അതാണ്. ഏതൊക്കെ പൂരങ്ങളുടെ ലിസ്റ്റാ ഈനാശു പറഞ്ഞത്? മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവ്. മതി 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 മതി. ഇനി ഈനാശുവിന്റെ ലിസ്റ്റിലെ ഒരു പേരും കൂടി അങ്ങോട്ട് ചേർത്തോളൂ. ചെറുമംഗലം പൂരം. അതുറപ്പല്ലേ? ഈ ഇനാശുവിന്റെ ഡൈനക്കുറ്റികൾ മോളിൽ കിടന്ന് പടയ്ക്കുമ്പോ ചെറുമംഗലം വറയ്ക്കും. ഐശ്വര്യ അഡ്വാൻസ് ഒന്നോ. അതാണ് ഈ തറവാട്ടി പറഞ്ഞ നായന്മാരൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട അത് നടത്തും. ഈ ഇനാശു എത്ര കണ്ടത്? അപ്പോ ചെറുമംഗലം പൂരത്തിന് ഒന്ന് വേഗം അവിടെ ആ കമ്മിറ്റി ഓഫീസിലേക്ക് വെച്ചോളോ. ഡൈനോള് പ്രത്യേകം വെക്കണം കേട്ടോ. അതുമേലെ ഈ ഇനാശു പൊരിക്കാൻ പോണത്. ആനാ വെടിക്കാരൻ പൊട്ടുമെന്ന് തോന്നുന്നില്ലേ? 24 നിലയ്ക്കാ പടയ്ക്കാൻ പോണേ. കളിക്കല്ലേ ദീനശുണ്. ചേർമംഗലം ഞാൻ പൊളിക്കും. റോള് നമസ്കാരം ഉണ്ട്. നമ്മടെ അപ്പനെ ഇടയ്ക്കിടയ്ക്ക് പൂശുന്നൊരു നമ്പർ ഉണ്ട്. അത് അപ്പന്റെ ട്രേഡ് മാർക്കാണ്. അത് ഈ വെടിക്കിട്ട് ഞാൻ അടുത്ത് പൂശിട്ടാ. ഈ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കണം നിലയമിട്ടില്ലേ? ഒന്നീന്ന് പൊട്ടണത്. അവസാനി തരിപ്പടക്കം ആ തോരനെടുത്ത് പടക്കും. പിന്നെ പൂശി പടക്കും ഞാൻ. എന്തായി കുറുപ്പേ കാര്യങ്ങൾ? മഴ ചതിക്കോ? ചതിച്ചത് വേറെ ആളാ. കുന്നുമ്മൽ പരശുരാമൻ ദേ ഇപ്പൊ വരില്ലാന്ന് ഫോൺ വന്നേക്കും. പരശുരാമൻ വരില്ലേ? ഇവിടുന്ന് വേണ്ടപ്പെട്ട ആരെ വിളിച്ച് വിലക്കിന്ന് എനിക്ക് തോന്നണത്. അതാരാ? വേറെ ആരാവൻ? ഇവിടെ പതിവായി ഉത്സവം നടത്തുന്ന ആളില്ലേ, അയാള് തന്നെ. അതെ, ഉത്സവത്തിന് തിരക്കില്ല, ഞാൻ വിളിക്കാം. ഇനിയിപ്പൊ തടം പേറ്റാൻ ദക്ഷിണത്തൊരു കൊമ്പൻ എവിടുന്ന് കിട്ടുന്നുണ്ട്? എന്നിട്ട് ഇഷ്യൂ ആനയില്ലേ? ഈ മച്ചാട് മാമക്കത്തിന് ആനയില്ലട്ടാ. നല്ല ബെസ്റ്റ് കുതിരകളാണ്. ഒരു 10-18 അടി പൊക്കമുള്ള ഒരു ജാമണ്ട കുതിരയാണ് ഈ ഇനാശുറപ്പടക്കാൻ. നേരെ കുതിരേണ്ട ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ ഗംഭീരാവുന്നില്ലേ? ഒരാനയെ മുടക്കിന്ന് കരുതി ചെറുമംഗലം ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിക്കാതൊന്നും ഇരിക്കില്ല രവീന്ദ്ര. അത് നീ മറക്കണ്ട. പൂരം നടത്താൻ തീരുമാനിച്ചത് അജയചന്ദ്രൻ നായരാ കുറുപ്പ്. കാശ് എത്ര മുടക്കിയിട്ടാണെങ്കിലും ശരി, ഒരു തലയെടുപ്പുള്ള കൊമ്പൻ തന്നെ ഭഗവതിയുടെ തിടമ്പേറ്റും മോനെ. പിടിച്ചോ? ചെമ്പൂത്ര ഗണപതി എന്ന് പറഞ്ഞൊരു കൊമ്പൻ. അങ്ങനെ താനുണ്ടോ? നല്ല ചെമ്പ് സാധനല്ലേ? കഴിഞ്ഞ മാസം തെച്ചിക്കോട്ട് പൂരത്തിന് പാപ്പാനെ 3 ആളും കുത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ചെങ്ങലമ്മന്ന് അടിക്കണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഫ്രീയാ. ഒന്ന് നോക്കിയല്ലോ. പറയോടത്ത് അടിക്കാരാ. ഇല്ലെങ്കിൽ നമുക്ക് കുതിര തന്നെ ആക്കിയാലോ. വെറുതെ പോത്തി പറയല്ലേട്ടാ. എന്റെ അപ്പം പൊറിഞ്ചു പണ്ട് ഫുൾ പൂരം കൊട്ടേഷൻ എടുത്തിരുന്ന ആളിന് പോയി കഥന നടക്കണോ. അതെന്തുണ്ട്? അല്ല അജയേന്ദ്രൻ നായരെ, അനിയത്തിനെ കല്യാണമായിട്ട് ഇവിടെ ചുറ്റി കറങ്ങ. അച്യുതൻ നായരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തേ മധ്യസ്ഥതയ്ക്കാ? അല്ല, അജയേന്ദ്രൻ നായരുടെ പെങ്ങളുടെ കല്യാണം ആവുമ്പോ അത് ചെറുമംഗലം ഭഗവതിയുടെ പൂരത്തേക്കാ കേമാവണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സംശയിക്കണ്ട ഷാരടിയെ, അജയേട്ടന് കല്യാണത്തിനേക്കാൾ വലുത് പൂരം തന്നെയാ അല്ലേ? നിങ്ങൾ കുറച്ചുപേരെ സഹകരിച്ചില്ലെങ്കിലും ഇത് ഗംഭീരമായിട്ട് തന്നെ നടക്കും. എന്റെ അപ്പന്റെ ട്രേഡ് മാർക്കാണ് കുഴിമിന്നി. അതിനുള്ള കുഴി എവിടെ കുത്തുക? എന്റെ നെഞ്ചത്ത് കുത്തടാ. എവിടെ? അയ്യോ, ഈ സ്ഥലം പോരാ. എത്തിയോ? എന്താ ഉണ്ണീഷണ വൈകിയേ? കട തുറന്ന് സാധനം കിട്ടണ്ടേ? ഷാരടി വരിക. നാളെ ഞാൻ ഉണ്ടാവില്ല അച്യുതൻ നായർ, അതുകൊണ്ട് തലേദിവസം വരാന്ന് കരുതി. അത് മോശമായില്ലോ ഷാരടി. നിവർത്തിയില്ലല്ലോ, ഉത്സവല്ലേ. ആ കൈ ഇങ്ങോട്ട്. എന്താ ഇത്? ഇരിക്കട്ടെ.
ഏയ് ഇതൊന്നും വേണ്ട. ക്ഷണിക്കാൻ വന്നപ്പോഴേ സമ്മാനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ല. എന്നാലും ചെലവ് ഒരുപാട് വരില്ലേ? അജയേന്ദ്രൻ നായർ കല്യാണമായിട്ട് സഹകരിക്കാത്ത സ്ഥിതിക്ക്. അവൻ ഷാരടിയോട് അങ്ങനെ പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. ആ അപ്പൊ പിന്നെ ഷാരടി കൂടുതൽ വിഷമിക്കാൻ നിൽക്കണ്ട. ദേവസി, എന്തോ അജയൻ അന്ന് കൊണ്ടുവന്ന കുപ്പിയിലെ അടിയിൽ ലേശം കാണും. അത് ഷാരടിക്ക് എടുത്തു കൊടുക്ക്. ചെല്ല, അതങ്ങോട്ട് കഴിക്കാം. ഒക്കെ നന്നായി. താനെ പിടിക്കാത്ത അവിടെ നിൽക്കുക. ഒന്ന് ചെനക്കി നോക്കിയതാ, കല്യാണം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാം. കാര്യം പൂരായതുകൊണ്ട് പകല് മുഴുവൻ അമ്പലത്തിൽ തിരക്കാവും. എന്നാലും അളിയനൊന്ന് വന്നു നോക്കി പോവായിരുന്നു. അയ്യോ, രശ്മിയാണോ ഇതൊക്കെ ചെയ്യുന്നേ? അതിനെന്താ, വീട്ടിലും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന രാധേ. എന്നാലും പഴയ രശ്മി അല്ലല്ലോ ഇപ്പോ. അജയേട്ടന്റെ ഇപ്പോഴത്തെ നിലയും വിലയൊക്കെ നമ്മൾ നോക്കണ്ടേ? കെട്ടിന്റെ സമയത്തെങ്കിലും അജയേട്ടൻ വരുമോ രശ്മിയെ? അറിയില്ല രാധേ, ഒന്നും പറഞ്ഞില്ല. ഹാ, ഞങ്ങള് രണ്ട് പെങ്ങന്മാർക്കുള്ള ഒരേ ഒരു കൂടപ്പറപ്പാ. പറഞ്ഞിട്ടെന്താ, ആങ്ങളയുടെ സ്നേഹം അനുഭവിക്കാനും വേണം ഒരു യോഗം. അജയേട്ടൻ അങ്ങനെ ആരോടും സ്നേഹക്കുറവൊന്നുമില്ല. ആ അതൊന്നും പറയണ്ട. അജയേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കാലായി? നീ ചിണ്ടോടത്തേക്ക് വന്ന് രണ്ട് തവണ, അതും പിള്ളേർക്ക് ഇത്തിരി ചോക്ലേറ്റ് ഉടുപ്പായിട്ട് മാത്രം. സ്വന്തമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ അജയേട്ടൻ? ശിവേട്ടൻ വാങ്ങാൻ കൂട്ടാ കഴിഞ്ഞിട്ടല്ലേ? അതാണുങ്ങൾ തമ്മിലുള്ള കാര്യം. പണ്ടായിട്ടോ ബിസ്ക്കറ്റായിട്ടോ ഒരിത്തിരി പൊന്നു തന്നാ ഞാൻ വേണ്ടാന്ന് പറയോ? ശിവേട്ടൻ അത് വിലക്കാലും ഞാൻ അത് വാങ്ങുന്ന അജയേട്ടന് നന്നായിട്ട് അറിയാം. പിന്നെന്താ തരാത്തെ? നാട്ടുകാർക്കൊക്കെ വാരിക്കോരി കൊടുക്കുക. എന്റെ കാര്യം പോട്ടെ, നിനക്ക് തന്നോടി ഒരു തരി പൊന്ന്. ദേ, നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ആ അങ്ങോട്ട് പറഞ്ഞു. അത്യാർത്ഥിയുടെ കൂടെ രാധേച്ചി, ഇപ്പോഴെന്നല്ല എല്ലാ കാലത്തും ഇങ്ങനെയാ. ഒരാളുടെ കയ്യും പിടിച്ച് അവൾ ഈ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. അതിനുവേണ്ടി കരുതി വെച്ചതാ ഈ പണവും സ്വർണമൊക്കെ. ഇനിയത് വേറെ ആൾക്ക് വേണ്ടി എടുത്തു വയ്ക്കാനില്ല. ഇതാ കൊടുത്തേക്ക് അവൾക്ക്. കാശുകാരനായ ഒരു ആങ്ങളയുടെ ഉത്തരവാദിത്തം തീർക്കാനാണെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി. നിന്റെ ചെറുക്കനെ ഞാൻ കണ്ടു. കൊള്ളാം, സുന്ദരന, നിനക്ക് ചേരും. അവനോട് പാസ്പോർട്ട് എടുക്കാൻ പറയണം. അവനൊരു ജോലി ശരിയാക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എടി പോത്തെ, എന്തിനാടി കരയണത്? നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് എനിക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ. ഇതിപ്പോ DTP ഓപ്പറേറ്റർ ആണെങ്കിലും വേണച്ച MBA എടുക്കാലോ. എന്തി ആ നീ എന്താടി മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? നിന്റെ കല്യാണ സമയത്ത് ഞാൻ ദുബായി പോയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഏട്ടന് പറ്റില്ല. ആ കുറവ് ഞാനിന്ന് തീർക്കുക. ഇതേ പന്തലിലേക്ക് ഇറക്കി വിടുമ്പോ നിന്റെ ഗമയ്ക്ക് ഒരു കുറവും വേണ്ട. ഇപ്പൊ എന്തായി? സമയാകുമ്പോ അജയേട്ടൻ വന്ന് എല്ലാവർക്കും തരാനുള്ള തന്ന് സ്വന്തം കടമ തീർക്കുന്നു ഞാൻ പറഞ്ഞപ്പോ വിശ്വാസം വന്നില്ലല്ലോ. ദേ സത്യം. ഹലോ ഹലോ, അതെ അജയനാ. ഷാർജയില് എന്താ പ്രശ്നം? എവിടെ? എന്താ എന്താ രവീന്ദ്ര? അജയൻ എവിടെ? ഇവിടെ വന്നതും അമ്പലത്തിൽ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. എന്താ? അമ്പലത്തിൽ എത്തിയിട്ടില്ല. എന്താ പ്രശ്നം? ഉത്സവത്തിന് വെടിക്കെട്ടിന്റെ ഇടയിൽ വലിയ അപകടം ഉണ്ടായി. 3-4 പേര് മരിച്ചതൊക്കെ കേൾക്കണത്. എന്റെ ഭഗവാനെ, വെടിക്കെട്ട് നടത്താൻ വന്ന ഈനാശു ലൈസൻസ് ഇല്ലായിരുന്നു. അവന്റെ ചേട്ടൻ ലാസറിന്റെ പേരിലെ ലൈസൻസ്. ഈനാശു തട്ടിപ്പാന്നാ പറയണത്. കമ്മിറ്റി പ്രസിഡന്റ് അജയനായതുകൊണ്ട് പോലീസ് അജയന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും. ആളുകൾ മരിച്ചതുകൊണ്ട് അറസ്റ്റ് ഉറപ്പാ.